ഇന്ന് സൺഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ SRS ഹിൽസ് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പതിവില്ലാത്ത മഴയായിരുന്നു. പോകുന്ന വഴിക്കുള്ളൊരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി കയറി. ഏട്ടനൊരു വടയും റവദോശയാണ് കഴിച്ചത്. ഞാനൊരു പ്ലേറ്റ് പൂരി പറഞ്ഞു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അപ്പോൾ വയറു നിറയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മളിപ്പോൾ വീണ്ടും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അടിപൊളി NH റോഡ് കൂടെ കുറച്ച് ലോങ് ഡ്രൈവാണ്. നല്ല തണുത്ത കാറ്റും ഒക്കെ കൊണ്ട് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ കുറച്ച് സംസാരിച്ച് SRS ഹിൽസിലെത്തി. അവിടെ പാർക്കിങ്ങിൻ്റെ അടുത്തുള്ളൊരു പാറേൻ്റെ മുകളിൽ കയറിയപ്പോൾ കണ്ട വ്യൂ ആണ് കേട്ടോ ഇത്. അത് മൊത്തം ആ ഒരു പ്ലേസിൻ്റെ മൊത്തം ഒരു ഓവർ വ്യൂ, ഫുൾ ഗ്രീനറി ഒക്കെ നമുക്കിങ്ങനെ ആസ്വദിച്ച് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റായിരുന്നു. പിന്നെ മൊത്തത്തിലൊരു ക്ലൗഡി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. രാവിലെ തൊട്ടേ മഴയായതുകൊണ്ടായിരിക്കും. പിന്നെ അവിടെ കുറച്ച് ലല്ലലെല്ലാം പാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് മല കയറാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ടൊരു കുരങ്ങനാട്ടോ ഇത് തീ കൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മളിങ്ങനെ സ്റ്റെപ്സൊക്കെ ആ മലയിൽ തന്നെ കൊത്തിയെടുത്തിരിക്കുകയായിരുന്നു. ഭയങ്കര തിന്നായിട്ടുള്ള, അധികം ഹൈറ്റൊന്നും ഇല്ലാത്ത, ഭയങ്കര അടിപൊളിയായിട്ടുള്ള, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സ്റ്റെപ്സ് ഉള്ള ഒരു മലയൊന്നും കയറിയിട്ടില്ല ആക്ച്വലി. അപ്പോൾ ഇതെനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ലൊരു അനുഭവമായിരുന്നു. നമ്മൾ കുറേ നടന്ന് കുറേ കയറി, കുറച്ച് റിസ്ക്കൊക്കെ തോന്നും. മൈൽഡ് ട്രക്കിംഗ് എന്നൊക്കെ പറയുമെങ്കിലും മൈൽഡൊന്നല്ല, അത്യാവശ്യം വലിയ ട്രക്കിങ്ങൊക്കെ തന്നെയായിരുന്നു. പിന്നെ മഴ പെയ്തതുകൊണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അതിൻ്റെ പാറേൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ കുറച്ച് നമ്മൾ കയറുന്ന സമയത്ത് സ്ലിപ്പാവുമോ എന്നൊക്കെ ഒരു ചെറിയ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് പോവുകയാണെങ്കിൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് അത്. അങ്ങനെ നമ്മൾ പതുക്കെ കയറി മുകളിലെത്തി കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു വ്യൂ ആണ്. സൈഡിൽ കൂടെ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കേവിൻ്റെ അടിയിലുള്ള ഒരു അമ്പലത്തിലേക്ക് പോകാൻ പറ്റും. അങ്ങോട്ടുള്ള വഴി കുറച്ച് റിസ്ക് ആയിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മല തിരിച്ചിറങ്ങി വീട്ടിലേക്ക് വന്നു. ഇത് ഭയങ്കര ഒരു 1000-ൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ചിലവായിട്ടുള്ള ഇതിന്. പിന്നെ വേറെ എൻട്രി ഫീസ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങളും പോവുക, കാണുക, എൻജോയ് ചെയ്യുക. താങ്ക്